Yes, welcome back. I'm Mani Paul. All the best, entrepreneurs. I thought of sharing with you ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ബിസിനസ്മാന് ജോലിക്ക് പോകുന്നവർക്ക് ഒരു ഇൻ്റർവ്യൂ ആണ്. ബിസിനസ്മാൻ എന്നും ഇൻ്റർവ്യൂ ആണ്. ഒരു സെയിൽ ടാക്സ് പർപ്പസിന് പോയാൽ, GST പർപ്പസിന് പോയാൽ, ആരെ കാണണമെങ്കിലും അത് നിങ്ങളുടെ ഇൻ്റർവ്യൂ ആയിട്ട് തന്നെ നിങ്ങൾ കാണണം. കാരണം നിങ്ങൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് സമയത്ത് യു നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് ആൻഡ് ഗെറ്റ് ദ തിങ്സ് ഡൺ ഓൺ ബിഹാഫ് ഓഫ് യുവർ കമ്പനി. അപ്പോൾ നമ്മൾ വി നീഡ് ടു ഡു അവർ ബെസ്റ്റ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും, ഞാൻ പറഞ്ഞത് ബിസിനസ് മാത്രമൊന്നുമില്ല, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇത് നമ്മുടെ ഒരു ഫോമാറ്റായിട്ട് വെക്കണം. ഇപ്പോൾ കാറിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ചിലവരെ കണ്ടിട്ടുണ്ട് സ്റ്റിയറിങ്ങിനെ തൊട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തൊട്ടിങ്ങനെ ഒരു സെക്കൻഡ്. ഞാൻ ചിലവരെ കണ്ടിട്ടുണ്ട് കാറ് മുമ്പിലെടുത്തിട്ട് പുറകിലെടുക്കും എന്ന് പറയുന്ന പോലെ. അവനിപ്പോൾ ഒന്നും പറയണ്ട, അവൻ കാറ് കയറുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ട് കുറച്ച് മുമ്പിലെടുക്കും, പിന്നെ അതിനെ റിവേഴ്സ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഫസ്റ്റ് റിവേഴ്സ് എടുക്കത്തില്ല. ഇത് അവരുടെ ഫോർമാറ്റാണത്. ഇതേപോലെ തന്നെ നമ്മൾ ആരെങ്കിലും കാണാൻ പോകുന്നതിന് പോകുമ്പോൾ വെറുതെ കയറിപ്പോയി കാണരുത്. അത് ഭയങ്കര ബ്ലണ്ടറാണ്. കാരണം നിങ്ങൾക്ക് ആകെ അദ്ദേഹം നിങ്ങൾ വിചാരിക്കും നമ്മൾ ഫ്രീ ആണ്, അയാളും ഫ്രീ ആണ്. ചിലപ്പോൾ അവർ ഫ്രീ ആയിരിക്കണമെന്നില്ല. ഫ്രീ ആണെങ്കിൽ അവർ ഫ്രീ ആണെന്ന് വിചാരിക്കരുത്. ദേ മേ ബി ഫ്രീ, അതായത് നമ്മളെന്നും പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ആൾക്കാരെ കാണണം. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, എവറി മീറ്റിംഗ് ഈസ് എൻ ഇൻ്റർവ്യൂ. അപ്പോൾ ആദ്യം നിങ്ങളെ പ്രിപ്പയർ ചെയ്യണം. ഐ നീഡ് ടു പ്രിപ്പയർ മൈസെൽഫ്, നോട്ട് ജസ്റ്റ് ത്രൂ മൈ ഡ്രസ്. കാണാൻ പോകുന്ന ആൾ ഞാൻ എങ്ങനെ കാണണം, എങ്ങനെ ഡീൽ ചെയ്യണം, അയാൾ ആരാണ്, അയാളുടെ പോസ്റ്റ് എന്താണ്, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദിസ്? കാരണം ഒരാളെ കാണാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഈസ് എ മസ്റ്റ്. അത് മാൻഡറ്ററി ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചോയ്സ് അല്ല, അത് മാൻഡറ്ററി ആണ്. ഞാൻ വന്ന് ഒരു കമ്പനിക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യണം. ഐ എം അപ്ലൈയിങ് ഫോർ എ ജോബ്, സേ IBS എന്നുള്ളൊരു കമ്പനിക്ക് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ പോയിരുന്നിട്ട് വാട്ട് യു ക്യാൻ ടോക്ക് അബൌട്ട് IBS എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല സാർ, ഞാൻ IT പഠിച്ചു, നിങ്ങളെന്തൊരു IT എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിന് ജോലി കൊടുക്കാൻ പാടില്ല. IBS എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് എത്ര കാലം മുമ്പ് തുടങ്ങിയെന്നും ഏത് സെക്ടറിലൊക്കെ അവർ വർക്ക് ചെയ്തെന്നും അവരിപ്പോൾ ഏത് സെഗ്മെൻറ്റിലാണ് നിൽക്കുന്നതെന്നും എറണാകുളത്ത് എത്ര ബ്രാഞ്ച് ഉണ്ടെന്നും പറ്റിയാൽ എത്ര സ്റ്റാഫ് ഉണ്ടെന്നും അവരെ പറ്റി മൊത്തം അറിയേണ്ടത് ഇൻ്റർവ്യൂവിന് പോകേണ്ട ആളിൻ്റെ ആവശ്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 30 to 40% അറിഞ്ഞിരിക്കണം. 100% അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്നാലേ അവർക്ക് എന്താ തോന്നുന്നത്, ഈ പർട്ടിക്കുലർ പേഴ്സൺ ഈസ് വെൽ അവെയർ ആൻഡ് ഇൻ്റലിജൻറ്റ് ആൻഡ് നമ്മളെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവനാണ്. അപ്പോൾ അവർക്ക് എന്താ ഗിവ് ആൻഡ് ടേക്ക് എന്നൊരു സിറ്റുവേഷൻ വരും. ഗിവ് ആൻഡ് ടേക്ക്. കാരണം ഞാൻ നിങ്ങളെപ്പറ്റിയെല്ലാം അറിഞ്ഞിട്ട് സാർ വന്നിരിക്കുന്നത്, ഐ ഗിവൻ യു സോ മച്ച് ഓഫ് വാല്യൂ എന്നാണ് പറഞ്ഞത്. ഇൻവെസ്റ്റിഗേഷൻ അല്ല, അവയർനെസ്സാണ്. ഇൻവെസ്റ്റിഗേഷൻ വേറെ, അവയർനെസ് വേറെ. എന്നെ ഒരാൾ കാണാൻ വരുമ്പോൾ ഞാൻ എന്താണെന്ന് അയാൾ അറിഞ്ഞിരുന്നാൽ എനിക്ക് അത്ര ഹാപ്പിയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാലും ആൾക്കാർ അങ്ങനെയാണ്. സോ വെൻ യു ആർ ഗോയിങ് ടു മീറ്റ് എനിബഡി ഫോർ ദറ്റ് മാറ്റർ, ഒരു ബിസിനസ്മാനെ കാണാൻ പോകുമ്പോൾ അവർ വെറുതെ ഒരു കോൾ ചെയ്യണം, ഐ ഹാവ് ടു മീറ്റ് 6 clients, അന്ന് 6 നമ്പർ നയിക്കാനായിട്ട് ഒരാളെ പോയി കാണരുത്. അതിൻ്റെ പേര് ബിസിനസ് എന്നല്ല, വേസ്റ്റ് ഓഫ് ടൈം എന്നാണ്. കാണണമെങ്കിൽ 3 കണ്ടാലും ഒരു തടവ സൊന്ന 100 തടവ സൊന്നമായിരുന്നു രജനികാന്ത് പറയുന്ന പോലെ, ഒരാളെ കണ്ടാലും അത് ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നൗ പ്രിപ്പയർ യുവർസെൽഫ്. പ്രിപ്പയർ എന്നുണ്ടെങ്കിൽ മെൻ്റലി, ഫിസിക്കലി, സ്പിരിച്വലി എല്ലാ ലെവലിലും മൈൻഡിൻ്റെ അടുത്ത് പറയണം, അയാളെ ഞാൻ കാണുന്നു, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. അയാൾ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. ചിലപ്പോൾ അവർക്ക് ജെന്വിനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യം ഉണ്ടാവില്ല. വൈ ഡു വാണ്ട് ടു ഗെറ്റ് ആംഗ്രി എന്ന് നിങ്ങൾ ആവത്തില്ല എന്ന് നിങ്ങൾ പറയും. മൂഡ് ഓഫ് ആവും. ഇതിനു വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇത്ര ദൂരം കാർ എടുത്തുകൊണ്ട് ഏകദേശം 300 രൂപ ഡീസൽ അടിച്ചിട്ട് അയാളെ പോയി കണ്ടപ്പോൾ അയാൾ പറയുന്നു പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ദേഷ്യം കാണിക്കില്ല, അങ്ങനെ മുഖത്ത് ദേഷ്യം വരും. കാരണം ഇത്രയും പ്രതീക്ഷകളുണ്ടെങ്കിൽ ഇത്രയും നിരാശ വന്നേ പറ്റൂ. പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിരാശ വന്നേ പറ്റൂ, ഇല്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ പുറത്ത് കാണിക്കില്ല, ബട്ട് വിൽ ഷോ ഇറ്റ് ഓൺ അവർ ഫേസ്. ഒരു ക്ലയൻറ്റ് ആസ് എ റൈറ്റ് ടു സേ നോ, ആ റൈറ്റ് നമ്മൾ അവർ കൊടുത്തേ പറ്റൂ. ആൻഡ് വെൻ യു സേ നോ എന്ന് അയാൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ റിഫ്ലക്സിൽ നിങ്ങൾ ദേഷ്യം കാണിച്ചില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു വിൽ തിങ്ക് യു ആർ എ ഹ്യൂമൻ. അയാൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടും. ആക്ച്വലി കാർഡ് വാങ്ങിച്ചു വയ്ക്കും. കാർഡ് വെച്ചിട്ട് മേ ബി ഹി വാസ് നോട്ട് ഏബിൾ ടു ബൈ, ബട്ട് ഈവൻ അപ്പം തന്നെ ആലോചിച്ചു വന്നവൻ നല്ലവനാണ്, ഞാൻ നോ പറഞ്ഞപ്പോൾ അവൻ ഒരു വ്യത്യാസമില്ല, വന്ന അതേ ഫ്രണ്ട്ലിനെസ് അവൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ആൻഡ് ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഗൈ ഐ എം ആക്ച്വലി ലുക്കിംഗ് ഫോർ. എനിക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ല, ബട്ട് മൈ കസിൻ വാണ്ട്സ് ഇറ്റ്, ഐ വിൽ ഇൻഫോം ഹിം. അയാൾ പറഞ്ഞു നിൻ്റെ കാർഡ് വന്നതാ, എനിക്ക് എൻ്റെ ഒരു കസിന് പോലും ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, ഐ ജസ്റ്റ് ടോക്ക് ടു ഹിം ആൻഡ് കം ബാക്ക് ടു യു ടുമോറോ. സത്യം പറഞ്ഞാൽ 2 ദിവസം നിങ്ങൾ വന്നപ്പോൾ ഒരു ബിസിനസ്മാനായിട്ടാണ് വന്നത്. നിങ്ങളുടെ സ്വഭാവം നല്ലതായിപ്പോൾ ഈ വാണ്ടഡ് ടു ബിക്കം ഫ്രണ്ട്ലി വിത്ത് യു. പിന്നെയും കാണാൻ താല്പര്യം അയാൾ കാണിച്ചു.
അതുകൊണ്ട് എന്ത് ചെയ്തു, he took an extra effort of calling his brother or calling one of his friend and trying to sell your product on your behalf. ഇതൊക്കെ നടക്കും. കാരണം നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ നാടിന് തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ആ നാട് നമ്മൾ ഇഷ്ടപ്പെടും. ഇല്ല എന്നല്ല പറയുന്നത്, നേരാണ്. 10 കൊല്ലം മുമ്പ് നിങ്ങളൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട ആ നാട് നിങ്ങൾ ഇന്നൊന്ന് ക്രോസ് ചെയ്യണം. കാറിൽ പോകുമ്പോൾ ഒന്ന് നിർത്തിടെ കളിയാന്ന് പറയും. നിർത്തിയിട്ട് ഇറങ്ങി എൻ്റെ പഴയ തല കളിയാന്ന്. അവൾ കല്യാണം കഴിഞ്ഞ് 2 കൊച്ചായിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ ഇത് നമ്മൾ അങ്ങനെയാണ്. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇഷ്ടപ്പെടും. നിങ്ങളവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വെൻ യു സെൽ യുവർ സെൽഫ് ടു മീ, നൗ ഐ തിങ്ക് ദാറ്റ് ഐ നീഡ് ടു ആക്ച്വലി ഹെൽപ്പ് യു ബാക്ക്. ഇതേ നേരത്ത് അവിടെ പോകുന്ന സമയത്ത് നമ്മൾ വന്നിട്ട് ഇതിനൊക്കെ മൈൻഡ് പ്രിപ്പറേഷൻ ചെയ്യണം. ആ സാറിന് എൻ്റെ ജോലി ഐ വിൽ ഗോ ആൻഡ് ഡു എവറിത്തിങ്. മെൻ്റലി എല്ലാം പ്രിപ്പയർ ചെയ്യുക, ഡ്രസ്സിങ് കറക്റ്റായിട്ട് വെക്കുക, കാഷ്വലായിട്ടൊന്നും ഡ്രസ്സ് ചെയ്യരുത്, പറ്റുന്നവർക്ക് അതിന് ഓവർ ഡ്രസ്സൊന്നും ചെയ്യരുത്, കോട്ട് സൂട്ട് ടൈ ഇട്ടിട്ടൊന്നും പോയി കളയരുത്. ആവശ്യത്തിനുള്ള കറക്റ്റ് ഡ്രസ്സിങ്, ഡിസിപ്ലിൻ ഡ്രസ്സിങ്, നെയിൽ കട്ടിങ്ങെല്ലാം കറക്റ്റ്, എല്ലാം കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ. പിന്നെ ഒരു കാരണം കൊണ്ട് മുഖം തൊട്ടുകൊണ്ടിരിക്കരുത്, മൂക്കൊക്കെ തൊട്ട് കളയരുത്. മൂക്കും തൊട്ടിട്ട് ഷേക്കൻ, അങ്ങനെ ചിലവർക്കൊക്കെ അബദ്ധങ്ങളൊക്കെ ചിലവർ കാണിക്കും. ഒരു കാരണം കൊണ്ട് നേരെ പോയി ഷേക്കനെ കൊടുക്കരുത്. അയാൾ നമ്മൾ വന്നിട്ട് സാർ ഐ എം സോ ആൻഡ് സോ എന്ന് പറയുമ്പോൾ അയാൾ ഷേക്കൻ്റെ വന്നാൽ നമ്മൾ ഷേക്കൻ്റെ കൊടുക്കാം. ഷേക്കനെ പറ്റി എനിക്ക് ഒരു ക്ലാസ് തന്നെ ഉണ്ട്, അത് വേണമെങ്കിൽ പിന്നെ എടുക്കാം. ഓക്കെ. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഐ ആക്ച്വലി ഗോ ദർ, പ്രിപ്പയർഡ് മൈസെൽഫ് ആൻഡ് ഐ ഗോ ദർ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നേരെ പ്രോഡക്റ്റ് വിട്ട് കയറി ചാടിപ്പോരുത്. എൻ്റെ കമ്പനി ഏറ്റവും നല്ല കമ്പനി ആർക്ക് വേണം? ആരെങ്കിലും ഇവിടെ പോയിട്ട് എൻ്റെ കമ്പനി മോശമൊന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എൻ്റെ കമ്പനിക്ക് കഴിവില്ല, അങ്ങനെ ആരെങ്കിലും പറയും? ഇവിടെ എല്ലാവരും നല്ലതെന്നേ പറയും. വേണ്ടാത്ത സബ്സ്റ്റൻസ് വിൽക്കുന്ന പോലും പ്യുവർ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. വാങ്ങിച്ച് കഴിക്കുന്ന ചത്തു, അത് വേറെ കാര്യം. എല്ലാവരും നല്ലത് പറഞ്ഞു പോകും. അതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഓപ്പണിംഗ്. അവിടെ പോയിട്ട് ഐ റെപ്രസെൻറ്റ് ദിസ് കമ്പനി എന്ന് മാത്രമേ പറയൂ. പിന്നെ പറ്റിയാൽ ക്രിയേറ്റ് എ റാപ്പ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരാളായിട്ട് സംസാരിക്കും. സാറിൻ്റെ പേര് രവീന്ദ്രൻ എന്ന് അറിയാം സാറേ, ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത് വന്നതാണ്. സാറ് എവിടെയായിരുന്നു? അയാൾ ഞാൻ ദുബായിലായിരുന്നു. പറയണമെങ്കിൽ പറയട്ടെ. അയാൾ ദുബായിലായിരുന്നു, 10 കൊല്ലം അവിടെയായിരുന്നു, ഞാൻ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. കേൾക്കണം. 10 മിനിറ്റ് അയാളിങ്ങനെ അയാൾ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാതെ ഇരിക്കുന്ന ഒരാളായിരിക്കും. ആ നേരത്ത് വെൻ യു ടോക്ക് ടു ഹിം, അയാളുടെ ഭയങ്കര ഫീലിംഗ് ആയിരിക്കുന്ന സാധനങ്ങൾ അയാൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ നടക്കുന്നതെന്ന് കൂടെ അറിയണം. ഇതൊരു സീക്രട്ടൊക്കെയാണത്, ഭയങ്കര സീക്രട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. കാതുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ എന്ന് പറഞ്ഞതുപോലെ കാതുണ്ടെങ്കിൽ കേൾക്കാം. ഈ ലിസ്ണിംഗ് ഈസ് മോർ പവർഫുൾ ദാൻ ടോക്കിംഗ്. കാരണം എല്ലാവരും സംസാരിക്കും, ശ്രദ്ധിക്കുന്നവർ വളരെ കുറവാണ്. ഞാൻ ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേൾക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് പടം പോകുമ്പോൾ, ഇംഗ്ലീഷ് പടം കാണുന്ന സമയത്ത്, മൂവി കാണുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് മൂവി നമ്മൾ കേൾക്കുന്നു, മലയാളം മൂവി ശ്രദ്ധിക്കും. ഇതാണ് വ്യത്യാസം. അയ്യപ്പനും ഘോഷിയും നമ്മൾ ശ്രദ്ധിച്ചു. അതേ നേരത്തെ ഇംഗ്ലീഷ് പടം വന്നാൽ നമ്മൾ കേൾക്കും എന്ന് വെച്ചാൽ ഈ ശബ്ദമൊക്കെ കേൾക്കും, ഡയലോഗ്സ് കേൾക്കത്തില്ല. കാരണം ഡയലോഗ്സിൻ്റെ പേര് ശ്രദ്ധിക്കുക. ഇതേപോലെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കുന്നതിന് ശ്രദ്ധിക്കുന്നതിന് വ്യത്യാസമുണ്ട്. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഒരുത്തൻ കേട്ടുകൊണ്ടിരുന്നു, ഒരുത്തൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. വ്യത്യാസം ഇങ്ങനെ 95, അവൻ 5, അത്രയാണ് വ്യത്യാസം. ഒരേ ക്ലാസ്സിലാണ് 2 പേര് ഇരുന്നത്. എൻ്റെ കാര്യമാണ് പറഞ്ഞത്. കിട്ടിയത് 5 മാർക്ക് കിട്ടിയത് എനിക്കാണ്, ബാലാജിക്ക് 95 കിട്ടി. കേൾക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വേറെയാണ്. പലപ്പോഴും നമ്മുടെ ക്ലയൻറ്റ്സ് നമ്മുടെ അടുത്ത് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ എങ്ങനെ വീഴ്ത്തണം എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അയാൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വഴിയില്ല, കേട്ടുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കണം, അയാൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് റിപ്പീറ്റ് ദ വേർഡ്സ്. അയാൾ പറയാണ് ഞാൻ ദുബായിൽ 10 കൊല്ലം ഉണ്ടായിരുന്നു. 10 കൊല്ലം ഉണ്ടായിരുന്നു സാർ? പറയണം. അയാൾ ഇൻട്രസ്റ്റഡ് ആയി, അയാൾ മനസ്സിലായി നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന്. When you listen to a person, even for 5 minutes, they become mentally attached to you. You become their friend. അങ്ങനെയാണ് ഫസ്റ്റ് സെൽ യുവർസെൽഫ്. ഇറ്റ്സ് എ സീക്രട്ട്. ഇതിൻ്റെ പേര് എക്കോയിങ് എന്നാണ്. ഇറ്റ്സ് എ ടെക്നിക്. ആൾക്കാർ ഇനിയെങ്കിലും വീട്ടിൽ സാധാരണ ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല, വീട്ടിൽ അമ്മ പറയുമ്പോഴും അമ്മയുടെ ചോദിക്കുക അമ്മ ഏത് കോളേജിലാണ് പഠിച്ചത്? അമ്മ പറയും ഞാൻ ആ കാലത്തെ പഠിച്ചിട്ടൊന്നുമില്ല, പറയാം സ്കൂളിൽ പോയി. അമ്മ ഏത് സ്കൂളിൽ പോയി? പേര് പറയുമ്പോൾ കേൾക്കാം, തിരിച്ചു പറയാം. ആണോ? അമ്മ മറ്റേ HS സ്കൂളിലാണ് പഠിച്ചത്. അത് അപ്പോൾ ആരെയാണ് പ്രിൻസിപ്പൾ? വിശാലാക്ഷേമ. വിശാലാക്ഷേമ റിപ്പീറ്റ് ചെയ്യും. അമ്മ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട്ലി ആയി പോയി. ഇത്ര കാലം അമ്മയായിരുന്നു, പിന്നെ ഇപ്പോൾ ഭയങ്കര ഫ്രണ്ടാണ്. നമുക്ക് ചിലപ്പോൾ നല്ല ചോറും കിട്ടും. I'm telling you sincerely, when you go there, don't try to prove that you are smart. Let people understand that they have value. ആ നേരത്തെ ക്രിയേറ്റ് എ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഒരു ബിസിനസ്സിൽ തീരത്തില്ല. ഒരു ഫ്രണ്ട്ഷിപ്പിൽ ബ്രിങ് മോർ ഫ്രണ്ട്ഷിപ്പ്. കാരണം വേർഡ് ഓഫ് മൗത്ത് ഒരു സാധനമുണ്ട്. നിങ്ങൾ നല്ലവനായി കഴിഞ്ഞാൽ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ ഒരു 10 പേരുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ബിസിനസ്സൊന്നും പൊടിയില്ല. Don't sell products all the time. Sell yourself. And the best way to sell is stop talking and start listening. ഒരേ പ്രോസസ്സ് ഉണ്ട്.
ഞാൻ നിന്ന് ലിസണിങ്ങിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ. പ്രിപ്പയർ യുവർ സെൽഫ്, ക്രിയേറ്റ് എ റാപ്പോ ആൻഡ് ലിസൺ ടു പീപ്പിൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.